പത്തനംതിട്ടയിലെ പീഡനത്തിന് സമാനമായി തിരുവനന്തപുരത്തും പീഡനം നടന്നു എന്നുള്ള വിവരമാണത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരവധി പേർ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് വിവരം. തിരുവനന്തപുരം നഗരൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 13 വയസ്സുകാരിയാണ് അമ്മയുടെ സുഹൃത്തുൾപ്പെടെ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നത്. സഖിയുടെ കൗൺസിലിങ്ങിലാണ് ഈ പീഡന വിവരം പുറത്തു വരുന്നത്. സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വിവരമാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഷഫീദ്? അർജിത്ത്, പത്തനംതിട്ടയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഇങ്ങനെ സമാനമായ രീതിയിൽ ഇതേ രീതിയിലുള്ള ഒരു വാർത്ത കണ്ടതാണ്. അതിന് പിന്നാലെ തിരുവനന്തപുരത്തും സമാനമായ ഒരു വാർത്ത അല്പസമയം മുൻപ് അത് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 13 വയസ്സുള്ള ഒരു കുട്ടിയെ നിരവധി ആളുകൾ ലൈംഗികമായി ഉപദ്രവിച്ചു, ലൈംഗികമായി ഉപയോഗിച്ചു എന്നടക്കമുള്ള വാർത്ത എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് കുട്ടി പഠിക്കുന്ന സ്കൂള്, ആ സ്കൂൾ അധികൃതരാണ് അതുമായി ബന്ധപ്പെട്ട് കുട്ടി ഈ വിവരം ആദ്യം അറിയുന്നത്. ഈ കുട്ടിയുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ സഖി എന്ന് പറയപ്പെടുന്ന കൗൺസിലിംഗ് സംവിധാനത്തിന് മുൻപിലേക്ക് കുട്ടിയെ എത്തിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടിയെ എത്തിക്കുന്ന ഘട്ടത്തിലാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത്. ഏതാണ്ട് 5 കേസുകൾ ഇപ്പോൾ നഗരൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നഗരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അതിലും വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. 4 പേർ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിൽ 4 പേർ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളാണ് എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ കുട്ടിയുടെ മാതാവിന്റെ സുഹൃത്ത് എന്ന് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്ന സനലാണ്, നഗരൂർ സ്വദേശിയായിട്ടുള്ള സനലാണ്. ഇയാളെ പോലീസ് അല്പസമയം മുൻപ് അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടി പറഞ്ഞ പേരിൽ ഒരാൾ അതൊരു അയൽവാസി കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ മരിച്ചുപോയി എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും 6 പേർക്കെതിരെ 6 പേരുടെ പേരുകൾ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 പേർ 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഒരാൾ ഈ കുട്ടിയുടെ മാതാവിന്റെ സുഹൃത്താണ്. 36 വയസ്സുകാരനായ സനൽ എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 5 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുട്ടിയെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുമുണ്ട്. വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്.